ഹായ് ഹലോ, ഞാൻ അഖില. വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് ആർക്കും ഇനി സ്ലിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കുർത്തീസ് ചെയ്യാൻ അറിയില്ല എന്നാരും പറയരുത്. അത്രയ്ക്കും സിമ്പിളായിട്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്ലിറ്റഡ് ടോപ്പിൻ്റെ ഐഡിയ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് മുന്നേ ഞാനിപ്പോൾ കുറേ ആയി ഞാൻ എല്ലാവരും ഒന്ന് കണ്ടിട്ട്, ഒത്തിരി നാളായാലും നമ്മൾ ഒന്ന് കണ്ടിട്ടില്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഞാൻ ഓണമായിട്ട് ഭയങ്കര തിരക്കായിരുന്നു. കുറേ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ടോപ്പ് വരുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം എക്സൽ സൈസിലുള്ള ഒരാളുടെയാണ്. അപ്പോൾ ഞാനിതിൽ സ്ലീവ്ലെസ് അല്ലാത്ത സ്ലീവ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ സ്ലീവ് അതിനുള്ളിലേക്ക് നമ്മൾ മടക്കി വെച്ച് ചെയ്യുമ്പോൾ നല്ല പ്രോപ്പറായിട്ട് നമുക്ക് ആം ഹോളിൻ്റെ ഇതൊക്കെ നല്ല കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടി ഞാനത് സ്ലീവ്സ് ഉള്ളിലേക്ക് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്ലീവ്സ് മടക്കി വെച്ചതെന്ന് വെച്ചാൽ കറക്റ്റ് ആ സ്റ്റിച്ചിൻ്റെ പോർഷൻ ഫുൾ ഉള്ളിലേക്ക് പോകണം. ആ സ്റ്റിച്ച് നമുക്ക് വരുന്ന ഒരു ഞാനിപ്പോൾ കാണിക്കുന്ന കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മാത്രമാണ് മടക്കാവൂ. എന്നാലാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ആം ഹോൾ കർവ് നല്ല പ്രോപ്പറായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിനൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് പിൻ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും അത് വരച്ചെടുക്കാൻ വേണ്ടി. ഇനി ഞാൻ അതിൻ്റെ താഴെ, അതായത് നമ്മുടെ ലൈനിങ് ഫുൾ ലെങ്ത് വരെ ലൈനിങ് വേണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ലൈനിങ്ങിൻ്റെ ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വിട്ടിട്ടാണല്ലോ ഞാൻ ലെങ്തിൻ്റെ അവിടെയൊക്കെ ഞാനിത് കൊടുത്തിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഞാൻ, അതായത് നമ്മുടെ കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലൈനിങ്ങിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് വേണം നമ്മൾ ഇത് ഇടാൻ വേണ്ടി. കാര്യം 2 സൈഡിലും നമുക്ക് മാർക്ക് ചെയ്യാനും സീം അലവൻസൊക്കെ മാർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം തുണി നമ്മൾ ഇടാൻ വേണ്ടി. ഓക്കെ, ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഞാനിതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ ഒരു ഗ്രീൻ കളറിലെ പെൻസിൽ വെച്ച് ആട്ടോ മാർക്ക് ചെയ്തേക്കണേ. ഇതുപോലെ നല്ലോണം 2 സൈഡും ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത് സീം അലവൻസ് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനതെങ്ങനെ മാർക്ക് ചെയ്തേക്കുന്നതിനും കൂടി വരച്ചിട്ട് കാണിച്ചു തരാം. ഒത്തിരി ലെങ്തായിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം ഒരുപാട് പോവും. പെട്ടെന്ന് സ്പീഡിൽ വീഡിയോ ഇപ്പോൾ ഞാൻ ചെയ്ത് വരച്ചിട്ട് പറഞ്ഞു തരണമെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ. അപ്പം ഞാനിതുപോലെ മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സീം അലവൻസ് ചെയ്ത് ആം ഹോളിൻ്റെ പോർഷനിൽ ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണ്ടോ വരച്ചേക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. കാര്യം നമുക്ക് സ്ലീവ്സും ഷോൾഡറും കൂടി ജോയിൻ വരുന്ന പോർഷനിൽ സീം അലവൻസ് വേണമല്ലോ. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ പോർഷനിലും ഒരു 1/2 ഇഞ്ച് വന്നിട്ടില്ല, 1/2 ഇഞ്ചിൽ കുറവാണ് കേട്ടോ. ഞാനൊരു പോയിൻ്റ് വ്യത്യാസം കൂട്ടിയാണ് ഷോൾഡറിൽ ഇട്ടേക്കുന്നത്. അതേപോലെ തന്നെ നെക്കിലും 1/4 ഇഞ്ച്. പിന്നെ നമ്മുടെ സൈഡ് വരുന്ന പോർഷനിൽ 2 ഇഞ്ച് വെച്ചിട്ടാണ് ഞാൻ സീം അലവൻസ് മാർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ സ്ലിറ്റിൻ്റെ അവിടെ 1 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ 1 ഇഞ്ച് തന്നെ നേരെ സ്ട്രെയിറ്റ് താഴെ സ്ലിറ്റിൻ്റെ ഓപ്പൺ വരെ ഞാൻ 1 ഇഞ്ചിലും കൂടെ സ്ട്രെയിറ്റ് വരച്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് കട്ട് ചെയ്യാനുള്ള സെറ്റിങ്. വളരെ സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും ഇതേ രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ സ്വന്തം ചുരിദാർ ഇതുപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ കട്ട് ചെയ്തു. ലൈനിങ് അതാ സീം അലവൻസൊക്കെ കട്ട് ഉള്ള പോർഷൻ വെച്ച് വരച്ച് കട്ട് ചെയ്തെടുത്തു. ഫ്രണ്ട് നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫ്രണ്ട് നെക്ക് പോലെ തന്നെ സെയിം തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. സ്ലീവ്സ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ആം ഹോളിൻ്റെ പോർഷൻ മടക്കി വെച്ചില്ലേ, ആ മടക്കി വെച്ച പോർഷൻ എടുത്ത് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ആദ്യം കറക്റ്റ് ആ ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ സ്ലീവിന് എത്രയാണ് അതിൻ്റെ വരുന്ന റൗണ്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഇതിനൊക്കെ വേണ്ടിയത് ഞാൻ സ്ലീവ്സിൻ്റെ ജോയിൻ്റെ അവിടെ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. താഴെ ഫ്രണ്ടിൽ, അതായത് നമ്മുടെ സ്ലീവിൻ്റെ എൻ പോർഷൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലാതെ 2 ഇഞ്ച് സീം അലവൻസ് നമ്മളല്ലാതെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ 2 പീസും സ്ലീവ്സും അതേപോലെ തന്നെ നമ്മുടെ ടോപ്പും ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഫൈനലായിട്ടുള്ള ആ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങളേ നോക്കുക, ഞാനൊരു ഇതിലിട്ടിട്ടാണ് കാണിക്കുന്നത്. ഇതാണ് കേട്ടോ ആ ടോപ്പ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു സോ മച്ച്.